ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് UDFന് 8ന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത്. അന്നുണ്ടായിരുന്ന UDF ദേവസ്വം ബോർഡിന് ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട കുരുക്ക് മുറുകുന്ന സാഹചര്യം. 2017 വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് ചട്ടങ്ങൾ ലംഘിച്ചാണ്. വാജിവാഹനം ദേവസ്വം ബോർഡ് സ്വത്തെന്ന് കാട്ടി 2012 ഇറങ്ങിയ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് തന്ത്രിക്ക് വേണ്ടി UDF ദേവസ്വം ബോർഡ് ഈ അഴിമതി കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പാടാം. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ. പാടുമ്പോൾ ഒരു ചെറിയ തിരുത്തുകൂടിയുണ്ട്. പോറ്റിയെ കേറ്റിയെ UDF സ്വർണം ചെമ്പായി മാറ്റിയെ. ഇതാണ് കറക്റ്റ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തെ കുറ്റക്കാരാക്കുവാൻ മുറവിളി കൂട്ടുകയായിരുന്നു വലതുപക്ഷ മാധ്യമങ്ങളും, പ്രത്യേകിച്ച് UDFും. പക്ഷേ കാര്യങ്ങളോടടുക്കുമ്പോൾ UDFന് തന്നെ കുരുക്ക് മുറുകുന്ന സാഹചര്യമാണ്. തെളിവുകൾ പുറത്തു വരുമ്പോൾ വാജിവാഹനം മുതൽ അയ്യപ്പൻ്റെ ഇരിപ്പിടത്തിനടിയിലുള്ള സ്വർണം വരെ അടിച്ചു മാറ്റിയത് തന്ത്രിയാണെന്ന് തെളിയുമ്പോൾ ഈ തന്ത്രിക്ക് വേണ്ടി ഒത്താശ ചെയ്തത് UDF ദേവസ്വം ബോർഡായിരുന്നു എന്ന് 100% വ്യക്തമാകുന്ന സാഹചര്യം. ഒന്ന് ചിന്തിച്ചു നോക്കുക. 2012 തന്നെ വാജിവാഹനം ദേവസ്വം ബോർഡിന്റെ സ്വത്തെന്ന് കാട്ടി ഇറക്കിയ ഉത്തരവ് പോലും ലംഘിച്ചാണ് കോൺഗ്രസുകാർ ദൈവമായി കാണുന്ന തന്ത്രിക്ക് വേണ്ടി 2017 വാജിവാഹനം തന്ത്രിക്ക് കൈമാറി ചട്ടങ്ങൾ ലംഘിച്ചത്. എന്നിട്ട് UDF സർക്കാർ കാണിച്ച അഴിമതിയും കൊള്ളരുതായ്മയും കെടുകാര്യസ്ഥതയും ഒക്കെ ഇടതുപക്ഷത്തിന്റെ തലയിൽ ചാർത്തി രക്ഷപ്പെടുവാൻ വേണ്ടി ശബരിമല സ്വർണ്ണക്കൊള്ള പതുക്കെ പതുക്കെ ഇടതുപക്ഷത്തിന്റെ തലയിലേക്ക് വച്ചു കൊടുക്കുകയായിരുന്നു. പക്ഷേ അവസാനം സത്യം എത്രയൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ഒരു നാൾ അതാ മറനീക്കി പുറത്തു വരും എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. എന്തായാലും ശരി, തന്ത്രിയും KC അണ്ണനും VD അണ്ണനും ഒക്കെ കൂടിച്ചേർന്നുണ്ടാക്കിയ ഈ കെട്ട് കഥകൾ അത് പൊളിഞ്ഞു പാളീസാവുകയാണ്. അല്ല, പൊളിച്ച് പാളീസാക്കിയതാണ്. അത് SITയുടെ മിടുക്ക് തന്നെയാണ്. എന്തായാലും ശരി, കേരളത്തിലെ സാധാരണക്കാരായ വിശ്വാസികളെ പറഞ്ഞു പറ്റിക്കുകയും അതുപോലെ അയ്യപ്പൻ്റെ തൊട്ടടുത്തിരുന്ന് അയ്യപ്പൻ്റെ തന്നെ സ്വർണം അടിച്ചു മാറ്റിയ തന്ത്രിയിലൂടെ അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റുവാൻ വേണ്ടി ശബരിമലയിൽ കയറിക്കൂടിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കോൺഗ്രസ്സുകാരും UDFിലെ പ്രമുഖ നേതാക്കന്മാരും എല്ലാ പേരും ഒരേ പാതയിൽ കൂടി സഞ്ചരിക്കുന്ന അഴിമതി വീരന്മാരാണെന്ന് തിരിച്ചറിയുകയാണ്. വിശ്വാസികൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇടതുപക്ഷത്തെ കരിവാരി തേക്കുവാൻ വേണ്ടി ഇവർ സ്വരുക്കൂട്ടിയ, ഇവർ കണ്ടുപിടിച്ച ഒരു കള്ളക്കഥയായിരുന്നു ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷത്തിന് ബന്ധമുണ്ടെന്ന്. പക്ഷേ സത്യങ്ങൾ പുറത്തു വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിടിക്കപ്പെടുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ തന്ത്രിയും പിടിക്കപ്പെടുന്നു. ഇതാ ഏറ്റവും അവസാനം UDF ദേവസ്വം ബോർഡും കുരുക്ക് മുറുകി നിൽക്കുന്നു. 2012 വാജിവാഹനം ദേവസ്വം ബോർഡ് സ്വത്താണെന്ന് കാട്ടിയിറക്കിയ ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ട് 2017 വാജിവാഹനം തന്ത്രിക്ക് കൈമാറുവാൻ, അതും ചട്ടങ്ങൾ ലംഘിച്ച് തന്ത്രിക്ക് കൈമാറുവാൻ UDF ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുറപ്പിച്ചു പറയാം, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൃത്യമായി UDFനും കോൺഗ്രസിലെ പ്രമുഖരായ നേതാക്കന്മാർക്കും ബന്ധമുണ്ടെന്ന് തന്നെ.